ഹലോ സുഹൃത്തുക്കളെ, എന്തെല്ലാം വിശേഷം? സുഖം തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് കമ്പിൽ 4-ാം പീടികയുള്ള 4-ാം പീടിക വന്ന് നോക്കുമ്പോൾ പാർക്ക് ചെയ്യാനും സ്ഥലമില്ല, തിരിക്കാനും സ്ഥലമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് അപ്പോൾ കുറേ ടൈം എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിക്കാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് ആടെ ഇങ്ങനെ സൈഡാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ 4-ാം പീടിക ടൗണ് അല്ല, ടൗൺ കുറച്ചപ്പുറമാണ്. ഇതാണ് നമ്മളെ പറഞ്ഞ കുറച്ചപ്പുറമാണ് കമ്പിൽ. ഒരു കിലോമീറ്റർ ഉള്ളൂ, 1 കിലോമീറ്റർ ഇല്ല, ഒരു 500 മീറ്റർ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ കമ്പിലേക്കുള്ള ദൂരം. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ചെറിയൊരു ആവശ്യത്തിന് വന്നതാണ്. അത് കഴിഞ്ഞപാട് പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാട്ടിലെ ഓരോരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കുറേ പ്രവാസികളുണ്ട്, ഇങ്ങനെ കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ വീഡിയോ ഇങ്ങനെ ഇടുന്നു. അപ്പോൾ വലിയ വണ്ടിയും തിരക്കും കാര്യമൊന്നും ഇല്ല കേട്ടോ. വണ്ടിയെല്ലാം കുറവ് തന്നെയാണ്. എനിക്ക് തോന്നി വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ടുള്ള തിരക്ക് കുറയുമ്പോൾ. പിന്നെ വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച ആകുമ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ലീവായിരിക്കും. വെള്ളിയാഴ്ച കുറേ ആൾക്കാർ ലീവ് എടുക്കുന്ന ആളുണ്ട്, ലീവ് എടുക്കാത്ത ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാകുക. പിന്നെ തിരക്ക് കൂടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 5 മണി കഴിയും. കാരണം ഷോപ്പിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും, പണിക്കാരുണ്ട്, കുറേ പെണ്ണുങ്ങന്മാരൊക്കെ ഉണ്ടാവില്ല. പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 മണി 5:30 എല്ലാം ആകുമ്പോൾ അവരെല്ലാം ഡ്യൂട്ടി ചെയ്യുക. അപ്പോൾ ആ ടൈം ആകുമ്പോൾ തിരക്ക് പോകും. പിന്നെ ഈ വഴിക്ക് വരാൻ കഴിയില്ല, ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇപ്പം അത്യാവശ്യം വണ്ടി കുറവാണ്, തിരക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമാധാനത്തിൽ വന്നു. ഇങ്ങോട്ട് വന്നാൽ തിരിക്കണമെങ്കിൽ കുറേ പണിയുണ്ട്. അങ്ങ് കമ്പിൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയി അവിടുന്ന് ഡിവൈഡ് എന്നിട്ട് തിരിക്കണം. വണ്ടി ഉണ്ടെങ്കിൽ, വണ്ടി ഇല്ലെങ്കിൽ ഇവിടെ തന്നെ തിരിക്കാം. ഓരോരോ ആൾക്കാരെ കഴിവുമല്ലേ. പ്രാക്ടീസുള്ള ആൾക്കെങ്കിൽ നിന്ന് നിൽപ്പിൽ തന്നെ തിരിക്കാൻ പറ്റും, ഏത് റോട്ടിൽ നിന്നായാലും. അപ്പോൾ ഫസ്റ്റ് പഠിച്ച് വരുന്ന ആൾക്കാരെങ്കിൽ കാറെടുത്ത് വരുന്നുണ്ടെങ്കിൽ തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങ് ഈ സ്കൂളിൻ്റെ അവിടെ പോകണം, അവിടെ നിന്ന് തിരിക്കാൻ കഴിയുമോ സംശയം. കാരണം പുതിയ വണ്ടി ആറ്റെങ്കിലും ഓയിൽ ഷോപ്പ് പിടിക്കുമോ അങ്ങനെയെല്ലാം ഉണ്ടാവുക. അതിൻ്റെ എല്ലാം ഒരു ടെൻഷൻ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ തന്നെ തിരിക്കുക ചെയ്തത്, കുറച്ച് ബാക്ക് എടുത്ത് ഒറ്റയടിക്ക് തിരിക്കാൻ പറ്റിയില്ല. വണ്ടിയൊന്നും ഉണ്ടായില്ല ആ ടൈം, വണ്ടി എടുത്ത് കുറവാണ്. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കല. അങ്ങനെ പുറത്തെ കാഴ്ചയെല്ലാം കാണിച്ചു തരാം. ഞാൻ പുറത്തിറങ്ങിയില്ല, പുറത്ത് ഭയങ്കര ചൂടാണ്. AC ഇടാണ്ട് ഇവിടെ ഇരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന സ്ഥലമുണ്ട് കുറച്ചപ്പുറം, ഇവിടുന്ന് കാണുമല്ലോ കുറച്ച്. ഇതാണ് നമ്മളെ ആടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന സ്ഥലം. അവിടെ കരിക്കുണ്ട്, കരിമ്പുണ്ട്, എല്ലാം ഉണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ചായക്കടയുണ്ട്. ചായക്കട നല്ല അടിപൊളി ചായക്കടയാണ്. രാത്രി 12 മണി വരെ, 1 മണി വരെ ആയിട്ടുണ്ട്. അന്ന് വണ്ടീൻ്റെ ഗ്ലാസ് പൊന്തിക്കട്ടെ. ഗ്ലാസ് പൊന്തിക്കട്ടെ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങും. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചൂടെടുത്തിട്ട് അങ്ങനെയുള്ളത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. വണ്ടിയുണ്ട്, വണ്ടിയില്ല.
ഇപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ബംഗാളികളെല്ലാം പോകുന്നുണ്ട് പണിയും കഴിഞ്ഞിട്ട്. അവർക്കെല്ലാം ഇപ്പം 4 മണി വരെ പണിയുള്ളൂ തോന്നും. അപ്പോൾ നമ്മളിപ്പോൾ തട്ടുകടയിലെത്താനേട്ടാ. ഇതൊക്കെ ഉണ്ട്, ബോർഡ് കണ്ട തട്ടുകട എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മളെ തട്ടുകട. അവിടെ കരിമ്പ് ജ്യൂസ്. പോലീസ് വണ്ടിയെല്ലാം പോകുന്നുണ്ട്. കാരണം സ്കൂൾ വിടുന്ന ടൈമാകുമ്പോൾ പുള്ളന്മാരുള്ള ത്രിപിളിലും 4 ആളെ കയറ്റിയിട്ടും അങ്ങനെയെല്ലാം പോകുന്നു. ഇതാണ് നമ്മളെ കേരളത്തിൻ്റെ പ്രത്യേകത. സ്കൂട്ടറിലെല്ലാം സാധനം കൊള്ളും. ഏത് വണ്ടിയാലും കുഴപ്പമില്ല. നമുക്ക് വലിയ കേന് കയറ് ഒരു ഓട്ടോറിക്ഷ പോകേണ്ട സാധനം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പം അത്യാവശ്യം ചൂടെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അവിടെ JCB ഒക്കെ സൈഡാക്കുന്നുണ്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ. നല്ല ദാഹം ഉണ്ടാവും ചൂട് ആയതുകൊണ്ട്. എനിക്ക് പിന്നെ തണുപ്പ് പിടിച്ചുകൊണ്ടൊന്നും കുടിക്കാൻ. നമുക്ക് ഈ സ്കൂൾ വിട്ട് സമയമായതുകൊണ്ട് ട്രാവലറിൻ്റെ പടയാണ്. ഈ സ്കൂൾ വണ്ടി ഫുള്ള് ട്രാവലറല്ലേ. എന്നാൽ ശരി ഗൈസ്, അടുത്ത വീഡിയോ അപ്ലോഡ് ആയിരിക്കുന്നതായിരിക്കും.